ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നമുക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് 3200 രൂപയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നിട്ടുള്ള 500 രൂപ, അതായത് 200 തൊട്ട് 500 വരെയുള്ള ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതാണ്. അതായത് ഒക്ടോബർ മാസത്തിൽ 1600 രൂപ ആ ഒരു മാസത്തെയും അതോടൊപ്പം തന്നെ പെൻഡിങ്ങിലുണ്ടായിരുന്ന ആ ഒരു മാസത്തെ 1600 ചേർന്ന് 3200 രൂപയായിരിക്കും ഈ ഒരു മാസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുക. ദീപാവലി സമ്മാനമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുക. ഈ ഒരു എമൗണ്ട് കിട്ടുന്നതോടൊപ്പം നമുക്ക് ഇതുവരെയും പെൻഡിങ്ങിലുള്ള എല്ലാ എമൗണ്ടും ഇപ്പോൾ സർക്കാർ തന്നിരിക്കുകയാണ്. ഇതിനു മുന്നേ 5 മാസത്തെ പെൻഡിങ്ങാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ഓണ ടൈമോട് കൂടിയിട്ട് 4 മാസത്തെ ആ ഒരു പെൻഡിങ് തുകയും അവർ തന്നു തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മാസത്തെ ആ ഒരു പെൻഡിങ് എമൗണ്ട് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ആ ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് 3200 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു വിഹിതമായിട്ടുള്ള 200 തൊട്ട് 500 വരെയുള്ള ആ ഒരു എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിലുള്ള ചർച്ചകൾ, ന്യൂസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. 100 തൊട്ട് 200 വരെയാണ് ആ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 400 രൂപയോളം ആ ഒരു എമൗണ്ട് കൂട്ടുമെന്നൊരു രീതിയിലെ ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇനി ആ 2 മാസത്തിനുള്ളിൽ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് 100 രൂപയും അതുപോലെ തന്നെ നിയമസഭ ആ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് 100 രൂപയും കൂട്ടുമെന്ന രീതിയിലുള്ള ന്യൂസാണ് ആദ്യം വന്നിട്ടുള്ളത്. അതായത് 200 രൂപ മാക്സിമം എമൗണ്ട് കൂട്ടും, അതായത് 1600 രൂപയിൽ നിന്നും 1800 രൂപയാക്കി പെൻഷൻ എമൗണ്ട് കൂട്ടുമെന്ന രീതിയിലുള്ള ന്യൂസാണ് ആദ്യം വന്നിരുന്നതെങ്കിലും ഇപ്പോൾ 400 രൂപയോളം കൂട്ടുമെന്ന തരത്തിലുള്ള ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പെൻഷൻ തുക 1600 രൂപയിൽ നിന്നും 2000 രൂപയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊരു സന്തോഷ വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സെമിനാറുകളും കാര്യങ്ങളും മൊത്തം ഇപ്പോൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ഓരോ സെമിനാറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. മന്ത്രിമാർ എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു സെമിനാറും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സർക്കാർ ഭരണത്തിൽ കയറിയ ടൈമിൽ തന്നെ നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടുമെന്ന രീതിയിൽ ന്യൂസ് അപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷെ അവർക്ക് ആ ഒരു ഭരണത്തിൽ നിന്നും ഇറങ്ങുന്ന ടൈമായിട്ടും ഇതുവരെ നമുക്ക് 100 രൂപ പോലും കൂട്ടാനുള്ള ഒരു രീതിയിൽ ഇതും വന്നിട്ടുണ്ടായിട്ടില്ല. അതായത് ഒരുപാട് തരത്തിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാകാം മേ ബി ഈ ഒരു രീതിയിലെ ഒരു ഇൻക്രിമെൻറ്റ് നമുക്ക് ഉണ്ടാവാണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം രീതി മറികടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഇൻക്രിമെൻറ്റ് വരും എന്നൊരു രീതിയിലെ ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് കൂടുമെന്നുള്ള യാതൊരു മാറ്റവുമില്ല. കാരണം ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളും കൂടി വരുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അവർ കൂട്ടിയിരിക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ 400 രൂപയോളം കൂട്ടുമെന്നുള്ള രീതിയിൽ സന്തോഷ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എമൗണ്ട് കൂട്ടുമെന്നുള്ള യാതൊരു മാറ്റമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു ന്യൂസും കാര്യങ്ങളൊന്നും അറിയാത്തതുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഒത്തിരി പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ തുക കിട്ടാത്ത കുറേ പേരുണ്ട്. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പെൻഷൻ തുകയിൽ ഇപ്പോൾ ഒരുപാട് സ്ട്രിക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവർ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇനി തൊട്ട് പെൻഷൻ കൊടുക്കുകയുള്ളൂ. അതുമാത്രമല്ല ഈ ഒരു വർഷം ഒരുപാട് പേര് ഇപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ള ആൾക്കാരെ മാത്രം അവർ കണ്ടുപിടിച്ചിട്ട് അവർക്കായിരിക്കും ഈ ഒരു പെൻഷൻ തുക കൊടുക്കുന്നത്. ഒത്തിരി ആൾക്കാർ അനർഹരായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കണ്ടെത്തിയിട്ട് അവരെ പുറത്താക്കുകയും അതോടൊപ്പം തന്നെ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പെൻഷൻ്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കാനും ആണ് അവരിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കൂട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ അർഹരായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എമൗണ്ട് മാസം തോറും നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്